അപ്പോൾ കുട്ടു എത്ര നാളെ മൈലത്ത്? 25 വർഷം. കുട്ടുവിൻ്റെ ശരിക്കും പേരെന്താ? നിതീഷ്. 25 വർഷം. ഇപ്പം ഇവിടെയാണ് സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞാൽ. നിതീഷ് എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ ബാങ്ക് കോച്ചിങ് ഉപയോഗിക്കാണ്. ഇപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? മൊബൈലിൽ യൂസ് ചെയ്യാറുണ്ട്. നേരത്തെ ബ്രോഡ്ബാൻഡ് ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഇപ്പം ഇല്ലാത്ത? ഇടയ്ക്ക് കുറച്ച് നേരം ഇല്ലായിരുന്നു. ഇവിടെ ഇല്ലായിരുന്നു. അല്ലാണ്ട് ഇത് അധിക ചിലവായിട്ട് തോന്നിയുണ്ടോ? അല്ല, ഈ ഇൻ്റർനെറ്റ് എന്തിനാണ് ഉപയോഗിക്കാറ്? ഫുള്ളായിട്ട് ഗൂഗിളിങ്ങും ബ്രൗസിങ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ അത്രേ ഉള്ളൂ. ഈ ഇപ്പം മൊബൈൽ ഉപയോഗിക്കുന്നത് വാട്സാപ്പും ഫേസ്ബുക്കുമാണ്. മോസ്റ്റ് പ്രോബിൾ. യൂട്യൂബിലെ വീഡിയോ കാണുക അങ്ങനത്തെ വല്ല പരിപാടികളും? യൂട്യൂബിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ളത് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലാണ് എന്റർടൈൻമെന്റും ഉണ്ടല്ലേ. ഈ ഓൺലൈൻ സ്ട്രീമിംഗ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഓൺലൈൻ സ്ട്രീമിംഗ് അങ്ങനെ കൂടുതലായിട്ട് മൊബൈൽ വഴി ഇവിടെ സ്പീഡ് കുറവായതുകൊണ്ട് ഓൺലൈൻ വഴി അങ്ങനെ വലുതായിട്ട് നമ്മൾ ചെയ്യാറില്ല. 2G ആയതുകൊണ്ടുള്ള സ്പീഡ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ബ്രോഡ്ബാൻഡ് ഉള്ള സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ട്സ്റ്റാർ അങ്ങനത്തെ ആപ്സിനെ പറ്റി അറിയാം? ഹോട്ട്സ്റ്റാർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ള സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ട്സ്റ്റാർ ആപ്പ് എങ്ങനെ കണ്ടത്, എങ്ങനെ അറിഞ്ഞതിനെ പറ്റി? പക്ഷേ എനിക്ക് തോന്നി അഡ്വർടൈസ്മെന്റ് കണ്ടതാണ്. ടിവിയിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ടി വി നല്ലോണം കാണാറുണ്ടല്ലോ. ടി വി മോശമല്ലാതെ. ടി വി ആണോ ന്യൂസ് പേപ്പർ ആണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? ടി വി തന്നെ ആയിരിക്കും. ടി വി തന്നെയാണല്ലേ. ടി വി കൂടെയാണ് ഈ ഹോട്ട്സ്റ്റാറിനെ പറ്റി കണ്ട യൂസ് ചെയ്തിട്ടില്ലേ മൈലത്ത്? ഇവിടെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, കാരണം ബ്രൗസിംഗ് സ്ലോ ആയിരിക്കും. ഇവിടെ ഏത് കണക്ഷൻ എന്ന് പറഞ്ഞത്? ടാറ്റ ഡോകോമോ. ഏത് ഇതാണ്? 3G ആണോ? 2G ഉള്ളൂ അല്ലേ ഇവിടെ? അതിന്റെ സ്ലോ സ്പീഡിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹോട്ട്സ്റ്റാർ ആപ്പ് അല്ലാണ്ട് വേറൊരു ആപ്പ് അറിയാമോ ഈ ഓൺലൈൻ സ്ട്രീമിങ്ങിനുള്ള? ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ യൂട്യൂബും പിന്നെ ഗൂഗിളിൽ നമുക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും കിട്ടുമല്ലോ. പിന്നെ വേറെ ആപ്പായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് ഇവിടെ ഇപ്പം മൊബൈലിൽ ഇപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ, പിന്നെ അല്ലാണ്ട് ഈ സ്ട്രീം ഇൻഫോർമേഷൻ ആയിട്ട് ഗ്യാതറിങ്ങിന് വേണ്ടി മാത്രം. ഈ മറ്റേ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇ കോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഫ്ലിപ്കാർട്ട് ഇവിടെ ഡെലിവറി ഉണ്ടോ? ഫ്ലിപ്കാർട്ട് ഇവിടെ ഡെലിവറി ഉണ്ട്. ഫ്ലിപ്കാർട്ട് ഡയറക്റ്റ് ഡെലിവറി അല്ല, പോസ്റ്റൽ ഡെലിവറിയാണ്. ഇവിടെ പോസ്റ്റൽ ഡെലിവറി ആണ്. ഫ്ലിപ്കാർട്ട് അല്ല, ആമസോണോ അങ്ങനത്തെ? ആമസോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഒരെണ്ണം ഓർഡർ ചെയ്തത്. ഒരെണ്ണം ഇതുവരെ ചെയ്തിട്ടുള്ളൂ? ഇവിടെ ഒരെണ്ണം ചെയ്തു, ബാക്കിയെല്ലാം ആൾക്കാരൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല പെട്ടെന്ന് തന്നെ കിട്ടുമോ അതോ? 3 ദിവസം 4 ദിവസം ഇപ്പം അതിങ്ങനെ കൺവീനിയൻസ് നല്ലപോലെ തോന്നിയിട്ടുണ്ടോ? കുഴപ്പമില്ല. അത് നമുക്ക് ഇവിടുന്ന് വാങ്ങുന്നതിനെക്കാട്ടേ ഒരുപാട് എക്കണോമിക്കലായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണോ മേടിച്ചത് അതോ? ആപ്ലിക്കേഷൻ വഴിയാണ്. ഓഫർ ഉള്ള സമയത്താണ്. അപ്പോൾ ഇ കോമേഴ്സ് യൂസ് ചെയ്യുന്നത് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓഫർ പീരീഡിൽ മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ, അല്ലാണ്ട് നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓഫർ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യും. ഓഫർ ഉണ്ടെങ്കിൽ പർച്ചേസ് നല്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അല്ലാണ്ട് ഓഫർ ഉണ്ടെങ്കിൽ പർച്ചേസിങ് അങ്ങനെയല്ല. പ്രൈസ് ഒന്നും ഇല്ല ഇതിനകത്ത്, നമുക്ക് താല്പര്യമുള്ളപ്പോൾ. ശരി. ഈ ഫ്ലിപ്കാർട്ട് അല്ലാണ്ട് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് വരുന്ന പ്ലാറ്റ്ഫോമാണ്. അല്ലാണ്ട് ലെൻസ് കാർട്ട് അങ്ങനെ കുറേ ആപ്സ് കേട്ടുണ്ട്, പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ഒരു ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ ഇപ്പം ഇവിടെ എടുക്കുകയാണെങ്കിൽ മീഡിയപരമായി ഇവിടെ സക്സസ് ആവും തോന്നുന്നുണ്ട്? ഇപ്പോൾ യൂട്യൂബ്, ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ആപ്പ് ഇവിടെ വന്നാൽ സക്സസ് ആവും തോന്നുന്നുണ്ടായിരുന്നു? ഇവിടെ ഹോട്ട്സ്റ്റാർ നമ്മുടെ ലൊക്കാലിറ്റിയിൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ ഇതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ. നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ആണോ ഫുള്ളായിട്ട്? എനിക്ക് തോന്നുന്നു ഒരു 20 to 35 ഏജ് താഴെയുള്ള 20 to 35 അവരാണ് മോസ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കണക്ടിവിറ്റി ഇഷ്യൂ കാരണം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. സ്പീഡ് കുറവായതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാനോ മറ്റേ സ്ട്രീം ചെയ്താലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഡൗൺലോഡിംഗ് ഒക്കെ പിന്നെ നടക്കും, പക്ഷെ സ്ട്രീമിംഗ് പാടായിരിക്കും. ഇവിടെ ഈ കർഷകരൊക്കെ ഈ മൊബൈൽ പെട്രോൾ ഉപയോഗിക്കുന്നതായിട്ട് അറിയാം? കർഷകർ ഉപയോഗിക്കുന്നതായിട്ട് മൊബൈൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അവർ ഇന്റർനെറ്റ് എത്രത്തോളം യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയ ഒക്കെ കർഷകർ എത്രത്തോളം ഉണ്ടോ, എന്നാലും കോമൺലി എല്ലാം നാട്ടിലെ മിക്കവാറും ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയ ഒരു 65-70% ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 70% ആൾക്കാരും ഭൂരിഭാഗം നിങ്ങളുടെ പ്രായക്കാരാണ്? ഈ പറഞ്ഞ 20 തൊട്ട് 35 വയസ്സുള്ള ആൾക്കാരാണോ അതോ? 20 തൊട്ട് 35 വയസ്സുള്ള ഏതാണ്ട് ഒരു 90-95% യൂസ് പേര് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് പറയാം. പിന്നെ ഒരു 50 എബോവ് ആണ് യൂസിങ് കുറവുള്ളത്. ഈ 35 തൊട്ട് 50 വരെയുള്ളവരോ? അവരൊരു മീഡിയം റേറ്റ് എന്നേ പറയാൻ പറ്റുമോ. തീരെ യൂസ് ചെയ്യുന്നില്ല എന്നും പറയാൻ പറ്റില്ല, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട്
അതിനകത്ത് എക്സ്പ്ലോഷൻ ആണെന്നും പറയാൻ പറ്റില്ല. അവർ എന്തുകൊണ്ടായിരിക്കും അവർ യൂസ് ചെയ്യാത്ത കാരണമായിട്ട് തോന്നുന്നു? ഒന്ന്, അവർക്ക് ഇതിനകത്ത് ടെക്നോളജിക്കലി അവർക്ക് ഉള്ള അറിവ് കുറവുണ്ടാവാം. അല്ലാതിപ്പോൾ കാരണങ്ങളൊന്നും കാണുന്നില്ല യൂസ് ചെയ്യാതിരിക്കാൻ. കാരണം മോസ്റ്റ് ഇത് തന്നെയാണ് കുഴപ്പം. വീട്ടിൽ തന്നെ കുറെ അതേ പ്രായ ആൾക്കാരില്ലേ, അവർക്ക് ഇത് ഉപയോഗിക്കാൻ താല്പര്യം തോന്നിയിട്ടുണ്ട്? താല്പര്യമില്ല. അവർ ഇപ്പോഴും ആ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അവർക്ക് എത്താനൊരു ബുദ്ധിമുട്ട്. ഈ ടച്ചിനോടൊന്നുള്ളൊരു പണ്ടേ പഴയ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ടച്ചൊക്കെ പാടാണ്, കീപാഡാണ് നല്ലത്. ആ ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് അവരിത് ഉപയോഗിക്കാത്തത്. സാധാ മൊബൈലിലെ ഇന്റർനെറ്റ് അവർക്ക് അറിയാവോ? സാധാ മൊബൈൽ നെറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ അത് ഒന്നും കൂടെ വീണ്ടും സ്ലോ ആവുകയാണ്. അപ്പം അത് ഒന്നോ രണ്ടോ ഇത് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ക്ഷമ എന്ന് പറയുന്ന സാധനം നശിക്കുമ്പോൾ പിന്നീട് അവരത് മെനക്കെടാൻ പോകാറുണ്ട്. ഇവിടെ ഇപ്പം മൈലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് 25 കൊല്ലത്തിൽ കൂട്ട് കണ്ടിട്ടുള്ളത്? അത് ഒന്ന്, നമ്മുടെ കൃഷി ഒരുപാട് പഴയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ മുക്കിലും മൂലയിലും റോഡുകൾ എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും പഠിക്കണം എന്നുള്ള താല്പര്യം, എല്ലാവരും പഠിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതേപോലെ ടെക്നോളജിക്കലി മൊബൈലിൻ്റെയൊക്കെ വളർച്ച. ടെലിവിഷനൊന്നും ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ചെറുപ്പക്കാലത്തൊക്കെ കുറവായിരുന്നു, അങ്ങും ഇങ്ങും ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ട്. ഇതൊക്കെ ടെക്നോളജിക്കലി ഉള്ള വളരെ ഏറ്റവും ഇമ്പ്രൂവ്മെന്റ് വന്നേക്കുക ടെക്നോളജിക്കലി ഉള്ള മൂവ്മെന്റ് ആണ്. പിന്നെ ഇലക്ട്രിസിറ്റി കറണ്ട്, ഇതിപ്പോൾ നമ്മളൊരു ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഇന്ത്യ ഫുള്ളായിട്ട് ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ മാറി എന്നല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും തോന്നിയിട്ടില്ല. ഇതിന്റെ സ്ത്രീകൾക്കുള്ള പ്രാമുഖ്യമൊക്കെ എങ്ങനെയായിട്ടാണ്? സ്ത്രീകളുടെ ഏജ് പ്രായത്തിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം നിങ്ങളുടെ അതേ എല്ലാവരും എല്ലാം പഠിക്കുന്ന പിള്ളേരും, പിന്നെ ഒരു 25-26 വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണം കഴിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഇപ്പോൾ ഫോർ ചെയ്തത്. ആണ് പെണ്ണ് അങ്ങനെ ഭേദങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. എനിക്ക് വന്നിട്ട് ഒരു 35 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളെക്കാട്ടി കൂടുതൽ എല്ലാവരും ജോലിക്ക് വന്നവരാണ്. കാശ്മീർ ഫാക്ടറി മറ്റു കാര്യങ്ങളുള്ളതുകൊണ്ട് അവരെല്ലാവരും അതിനകത്ത് എൻഗേജ്ഡ് ആയിരിക്കും. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഈ ഇവിടുത്തെ പൊതുവെ ഇവിടുത്തെ യുവാക്കൾ, നിങ്ങളുടെ ഏജിലുള്ള ആൾക്കാരെല്ലാം ഗ്രാമം വിട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് ജോലി സംബന്ധമായി. ഒരു 30 വയസ്സ് താഴെയുള്ള പിള്ളേർക്കിടയിൽ അങ്ങ് ഒരു ടെൻഡൻസി ഉണ്ട്. അവർ ഒന്നുകിൽ ഒന്നുകൂടെ ഡെവലപ്പായ ടൗണിലോട്ടോ ഒന്നും കൂടെ, അല്ലെങ്കിൽ വിദേശത്തോട്ട്. കൂടുതലായിട്ട് അവർ പോകുന്നത് അറബ് കൺട്രികളിലോട്ടോ. അവിടെ എന്ത് ടൈപ്പ് ഓഫ് ജോലിക്കാണ് പോകുന്നത്? അവിടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രത്യേകത വെച്ചാൽ മിക്കവാറും എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ പ്രൊഫഷണൽ ജോബ്സ് തന്നെയാണ് അവർ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ അല്ലാതെ ബിസിനസ്സുകളിലോ ചെയ്യുന്നവരുണ്ട്, എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്നവരുണ്ട്. ഗൾഫിൽ പോകുന്നത് എന്ത് ടൈപ്പ് ജോലിയാണ്? രണ്ടും ഉണ്ട്. പ്രൊഫഷണൽ ജോബ്സും ഉണ്ട്, അല്ലാത്ത ജോബ്സും ഉണ്ട്. രണ്ടും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമല്ല പോകുന്നത്. ഇവിടെ നിന്ന് വലിയ ഗുണമില്ലെന്ന് ഇവിടെ ഒരു നിൽക്കുമ്പോൾ ഉള്ളൊരു മൊത്തത്തിലുള്ള ചുറ്റുപാടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാം. കൃഷിപരമായി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നൊരു ഡൗട്ട്. അതുകൊണ്ട് വെരി ഗുഡ്.